എല്ലാവർക്കും ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ എല്ലാ വീഡിയോക്കും എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കമൻ്റൊക്കെ ചെയ്യുന്നവർക്ക് 2 പേർക്ക് നമ്മൾ ലോട്ടസ് ട്യൂബർ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 2 പേരെ നമ്മളിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. നമ്മൾ കൊറിയറെല്ലാം അയക്കുന്നത് DTDC വഴിയാണ്. പിന്നെ അത്യാവശ്യമായിട്ട് പോസ്റ്റൽ തന്നെ വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ പോസ്റ്റൽ സർവീസ് കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും എല്ലാം നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊറിയർ അയച്ചു നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊറിയർ അയക്കുമ്പോൾ നിങ്ങൾക്ക് ട്യൂബേഴ്സിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം 2 ദിവസത്തിനകം നിങ്ങൾക്ക് കേരളത്തിനകത്താണെങ്കിൽ 2 ദിവസത്തിനകം കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വന്നിട്ട് പറയണം. അല്ലാതെ കൊറിയർ വരും എന്ന് കരുതിയിട്ട് ഒരാഴ്ചയോളം അങ്ങനെ ഇരിക്കരുത്. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ, അതായത് കർണാടക, തമിഴ്നാടൊക്കെ ആണെങ്കിൽ 4 ദിവസം കൊണ്ട് കൊറിയർ കിട്ടും. ചിലപ്പോൾ 3 ദിവസം കൊണ്ട് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ കൊറിയർ അയച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 3-4 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മളെ വന്ന് ഇൻഫോം ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ അഡ്രസ്സൊക്കെ തരുമ്പോൾ അത് നിങ്ങളുടെ DTDC എവിടെയാണോ ഉള്ളത് അവിടുത്തെ പിൻ നമ്പർ തന്നെ തരിക. നിങ്ങളുടെ പോസ്റ്റൽ സർവീസിൻ്റെ അല്ല വേണ്ടത്. പോസ്റ്റ് ഓഫീസിൻ്റെ പിൻ നമ്പറും DTDCയുടെയും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് DTDCയുടെ തന്നെ തരാൻ ശ്രമിക്കുക. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്ന് പറഞ്ഞാൽ മതി. ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ അറിയത്തുള്ളൂ, DTDCയിലെ അറിയില്ല എന്ന്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരുന്നതായിരിക്കും. ആദ്യമായിട്ട് താമര വാങ്ങി വയ്ക്കുന്നവരാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് തന്നെ നട്ട് വയ്ക്കുക. എങ്ങനെയാണ് നട്ട് വയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓർഡർ കൺഫേം ആകുമ്പോൾ തന്നെ പേയ്മെൻറ്റും അഡ്രസ്സും തരിക. പേയ്മെൻറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ ട്യൂബേഴ്സ് നമ്മൾ മാറ്റി വയ്ക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലോട്ടസ് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബൗൾ ലോട്ടസ് നോക്കാം. അതിലാദ്യം തന്നെ S1 വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന ബൗൾ ലോട്ടസ് ആണ് S1. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ വരെ ഗ്രോറ്റിപ്പുള്ള ഈ ഒരെണ്ണം 130 രൂപ. ഇതൊക്കെ ആണെങ്കിൽ 180, 120 രൂപ, 150. ഇത് 150. താഴെ വരെ ഗ്രോറ്റിപ്പുണ്ട് കേട്ടോ. ലിയാംഗ്ലി ഇതും നല്ല കുഞ്ഞു വളരെ കുഞ്ഞു പൂക്കളായിട്ട് വരുന്ന വെറൈറ്റീസ് ആണ്. ഒരേ സമയം 10-15 പൂക്കളൊക്കെ ഉണ്ടാവുന്ന വെറൈറ്റീസ് ആട്ടോ. ലൈറ്റ് റെഡ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. നല്ല വെറൈറ്റി ആട്ടോ. അതിൻ്റെ ഈ ഒരു ട്യൂബർ 120 രൂപ. ഈ വലുത് 150. പിന്നെ ഇത് 100 രൂപ. ഇതാണെങ്കിൽ 150 രൂപ, 170 രൂപ. പിങ്ക് ബൗൾ, ഇത് നല്ലൊരു അടിപൊളി ട്രോപ്പിക്കലായിട്ടുള്ള ബൗൾ ലോട്ടസ് ആണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂക്കൾ വന്ന് തുടങ്ങുന്ന വെറൈറ്റീസ്. ഇതിൻ്റെ 100, 150 എന്നീ രൂപയുടെ ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് വരുന്ന വെറൈറ്റിയാണ്. പ്ലാന്റ് മെച്ചൂർഡ് ആവുന്നതനുസരിച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളൊക്കെ കിട്ടുന്ന വെറൈറ്റി ആട്ടോ. നമുക്ക് വർഷം മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് പൂക്കൾ വരും. ലിറ്റിൽ റേ, നമ്മുടെ ലിയാംഗ്ലി പോലെ ആ ഒരു വലുപ്പത്തിൽ വരുന്ന പൂക്കൾ ഉണ്ടാവുന്ന വെറൈറ്റീസ് ആണ്. ഒരേ സമയം 10-15 പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ പാത്രത്തിലും വലുതിലും ചട്ടിയിലും ചെറിയ ചെടിച്ചട്ടിയിൽ അതിലൊക്കെ നട്ട് കഴിഞ്ഞാലും പൂക്കൾ കിട്ടും. അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ചെറിയ പാത്രങ്ങളൊക്കെ നട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് ബൗൾ ലോട്ടസുകൾ കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ നട്ട് വയ്ക്കാൻ പറ്റത്തില്ല. ചെറിയ പാത്രത്തിലൊക്കെ നട്ടിട്ട് പൂക്കളായിട്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഉള്ളിൽ വയ്ക്കാം. പിന്നെ പൂ കൊഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വീണ്ടും വെയിലിന് വെക്കണം. നമുക്ക് എപ്പോഴും നട്ടിട്ട് വീടിനുള്ളിൽ തന്നെ അങ്ങനെ വെക്കാൻ പറ്റില്ല. കാരണം താമര ഏത് വെറൈറ്റി ആയാലും ആമ്പലായാലും വാട്ടർ പ്ലാന്റ്സിന് വെയിൽ വേണം നല്ലോണം. അപ്പം ഇതിൻ്റെ ഈ വലിയ ട്യൂബർ 150, ഇത് 150. അപ്പം ഇതിലെ ട്യൂബേഴ്സ് എല്ലാം തന്നെ നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ലിൻഡിങ് ചുനായ്, നിറയെ ഇതളുകളോടുകൂടി നല്ല ഡാർക്ക് മഞ്ഞ കളറിൽ പൂക്കളുണ്ടാവുന്ന താമര വെറൈറ്റിയാണ് ലിൻഡിങ് ചുനായ്. അപ്പം മഞ്ഞൊക്കെ വാങ്ങി വയ്ക്കണം എന്നുള്ളവർക്ക് നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബേഴ്സാണ് എല്ലാം തന്നെ ഉള്ളത്. ഈ വലിയ ട്യൂബർ 250, 280. ഇതൊക്കെ ആണെങ്കിൽ 250, 250. ഇതും 250. ഇത് 280, 280. ഗോൾഡൻ സൺസെറ്റ്, ഈ ഒരു പേര് പോലെ തന്നെ ഈ ഒരു നിറത്തിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഒരു ഓറഞ്ച് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ്. നമുക്ക് മറ്റു കളറുകളിലൊക്കെ കുറേ താമര വെറൈറ്റീസ് ഉണ്ട്. പച്ച ആയാലും മഞ്ഞ ആയാലും പിങ്ക് ആയാലും ഒക്കെ. പക്ഷെ ഓറഞ്ച് ഷെയ്ഡിൽ നമുക്ക് അധികം വെറൈറ്റീസ് ഇല്ല. ഇത് പിന്നെ ഒരു ഓറഞ്ച്
ജാപ്പനീസ് ഓറഞ്ച് അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് സിംഗിൾ പെറ്റലായിട്ട് വരുന്ന വെറൈറ്റിയാണ്. നമുക്ക് ചെറിയ പാത്രത്തിലും വലുതിലും ഒക്കെ നട്ട പൂക്കൾ കിട്ടും കേട്ടോ. അതിൻ്റെ ഈ ഏറ്റവും വലിയ ട്യൂബർ 200. പിന്നെ ഇതൊക്കെയാണെങ്കിൽ 150 ഉള്ളൂ കേട്ടോ. ഈ 2-3 കട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് 200. ഇതൊക്കെ 170 രൂപ. 200 വലുത് 200. ഇതൊക്കെ 150. ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്ലോ ട്യൂബ് പൊട്ടിപ്പോയിന്. പിന്നെ ഇവിടെ കാരണം ചെറുത് വരുന്നുണ്ട്. എന്നാലും ഇത് നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. റെഡ് ഫിലിപ്പ്. റെഡ് കളറിൽ വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ്. ആദ്യം താമരകളൊക്കെ വാങ്ങിച്ചു വെക്കുമ്പോൾ പലരും വാങ്ങിച്ചു വെച്ചിട്ടുള്ള ചില വെറൈറ്റീസിൽ ഒന്നാണ് റെഡ് ഫിലിപ്പ്. നല്ല തുറന്ന വലിയ പൂക്കളാണ് കേട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഈ ഒരു ട്യൂബർ, ഈ ഒരു സൈസുള്ള ട്യൂബർ 140 രൂപ. ഇതൊക്കെ 140 രൂപയുടെ കേട്ടോ. കണ്ടോ, ഏറ്റവും വലുതാണെങ്കിൽ ഇതിന് 170 രൂപ മാത്രമേ ഉള്ളൂ. നല്ല സൈസ് ഉണ്ട് കണ്ടോ. ഈ ടബിൻ്റെ ഈ ഒരു സൈസ് വരുന്നതിന് 170 രൂപ മാത്രം. ഐശ്വര്യ. ഇത് നമ്മൾ നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. സ്റ്റാൻഡിങ് ലീഫ് വരാതെ തന്നെ പൂക്കൾ തന്നു കൊടുക്കുന്ന വെറൈറ്റിയാണ്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. പിങ്ക് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഒരേ സമയം കുറേ പൂക്കളൊക്കെ ഉണ്ടാകുന്ന വെറൈറ്റി ആട്ടോ. കേരളത്തിൻ്റെ സ്വന്തം വെറൈറ്റിയാണ്. അപ്പം അതിൻ്റെതാ ഇതൊക്കെ ആണെങ്കിൽ 150. ഇതൊക്കെ 170, 150. ഇതിൻ്റെ ഇവിടെ ഒരു ഗ്രോറ്റിപ്പ് പൊട്ടിപ്പോയി. ഇത് 130. ഒക്ടോപ്പസ്. നല്ല വളരെ ഭംഗിയുള്ള നല്ല പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഒക്ടോപ്പസ്. നല്ല സീഡ് പോഡും അതിന് ചുറ്റും നല്ല കുഞ്ഞു കുഞ്ഞു പെറ്റൽസൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി. അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബറൊക്കെ 200 കണ്ടോ. നല്ല സൈസുള്ള ട്യൂബേഴ്സാണ്. ഇതാണെങ്കിൽ 180. ഇത് 160 രൂപ. ഈ വലുത് 200. ഗാഥ. നല്ല ഡാർക്ക് റെഡ് ലോട്ടസ് ആണ് ഗാഥ. നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി. കേരളത്തിൻ്റെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ്. അപ്പോൾ അതിൻ്റേതാ വലിയൊരു ട്യൂബർ, അത് 200. ഇതാണെങ്കിൽ 170. അമേരിക്ക മേലിയ. നമ്മൾ തുടക്കക്കാർക്കൊക്കെ ഏറ്റവും ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലിയ. ചിലപ്പോൾ 4 ഇലയൊക്കെ വരുമ്പോൾ തന്നെ ബഡുകൾ വന്ന് തുടങ്ങും. ഒരേ സമയം നമുക്ക് ചിലപ്പോൾ 10, 15, 20 അതിലധികം മൊട്ടുകളും പൂക്കളും ഒക്കെ തരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ നല്ല ട്രോപ്പിക്കലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും പൂക്കൾ തരും നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ. അതിൻ്റേത് ഈ ഒരു ട്യൂബറാണെങ്കിൽ 140 രൂപ. പിന്നെ ഇതൊക്കെയാണെങ്കിൽ 150. നല്ല വലുത് വേണമെന്നവരൊക്കെ ഉണ്ട്, അത് 200. ഇതൊക്കെ 170 രൂപ. അപ്പോൾ ഈ ഒരു റേറ്റിൻ്റെ ട്യൂബേഴ്സാണ് ഉള്ളത്. സുഭദ്ര. ഇതൊരു വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് പിങ്ക് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല വലിയ പൂക്കൾ വേണമെന്നുള്ളവർക്ക് വാങ്ങി വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സുഭദ്ര. അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബറൊക്കെ 200. കണ്ടോ, നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട്. ഇതൊക്കെ ആണെങ്കിൽ 180. ഗ്രോ ടിപ്സ് കുറേ ഉണ്ട് കേട്ടോ. ഇത് 180. ഇത് 150, 150. റാണി റെഡ്. ഇത് നല്ല ഡാർക്ക് റെഡ് ലോട്ടസ് ആണ്. വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി കൂടിയാണ്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഏത് സമയത്തും നമുക്ക് പൂക്കൾ കിട്ടും. അപ്പോൾ അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട്, 180. ഈ വലുതൊക്കെ ആണെങ്കിൽ 200. ഇത് 120. കുറേ ഗ്രോ ടിപ്പ് ഉണ്ട് കണ്ട്, ഇവിടെ തൊട്ടുണ്ട്. 120. ഇതൊക്കെ 150. ഈ ട്യൂബർ 150. ഈ ഏറ്റവും വലുത് 200. ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഗ്രോ ടിപ്പ് പോയി. ഇത് 150. താഴെ വരെ ഉണ്ട് കേട്ടോ. അഖില. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അഖില. നമുക്ക് നട്ട് കഴിഞ്ഞാൽ വർഷം മുഴുവൻ പൂക്കൾ നൽകും. കൂടാതെ ഇതിന് ട്യൂബർ കിട്ടാനും നല്ല പ്രയാസമാണ്. നമുക്ക് എപ്പോഴെങ്കിലും മാത്രമേ ട്യൂബർ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ 2 വർഷത്തോളം പൂത്തതിൻ്റെ ട്യൂബറാണ്. 2-3 ടബിൽ നിന്ന് എടുത്തതിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത്രയും. അപ്പോൾ ഇതിന് ട്യൂബർ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഈ അഖില എന്ന് പറയുന്ന വെറൈറ്റി പലപ്പോഴും നമുക്ക് സെയിലിന് കിട്ടാറില്ല ട്യൂബേഴ്സ് ഒന്നും. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും പിന്നെയും ഇത് പൂക്കൾ തന്നുകൊണ്ടിരിക്കും നമുക്ക് ടബിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബർ, ഇതിൻ്റെ താഴെ വരെ ഗ്രോ ചിപ്പ് ഉണ്ട്. ഇത് 200. ഇത് 250. താഴെ വരെ ഇതിനും ഗ്രോ ചിപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണെങ്കിൽ 150.
ഇത് 70 രൂപ, ഇത് 50, പിന്നെ ഇതൊക്കെ 200. ഇവിടെ വരെ ഗ്രൂ ടിപ്പ് ഉണ്ട്. പിന്നെ ഇത് ഇതൊക്കെ 100 രൂപ. പിന്നെ നല്ല വലുതുണ്ട് കേട്ടോ, ടബിനെക്കാളും സൈസുള്ള ഇത് 270 ഇതൊക്കെ 250. ഇതിനും താഴെ വരെ ഗ്രൂ ടിപ്പ് ഉണ്ട്. ഇത് 200. ഇത്രയും വലുത് 270. ഇത് 250. അടുത്തത് പിങ്ക് ചുപ്പീറ്റർ, ഡാർക്ക് പിങ്ക് കളറിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതും കേരളത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെതാ വലിയ ട്യൂബറൊക്കെ 200. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ടൊക്കെ പിടിപ്പിക്കാം. കണ്ടോ, ഇങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട്. ഇത് 180, ഇത് 150. മോർണിംഗ് സ്റ്റാർ പിങ്ക് കളറിൽ നല്ല അടിപൊളി പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ. കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തെടുത്ത വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം നല്ല റേറ്റ് കുറവിനായിട്ടേക്കുന്നത്. ഈ ഒരു ട്യൂബർ 110 രൂപ. ഇതൊക്കെ ആണെങ്കിൽ 140. ഇത് 90, ഇത് 90, ഇത് 140, ഇത് 100 രൂപ. അടുത്തത് അമേരി പിയോണി. അമേരി പിയോണിയുടെ കുറേ അധികം ട്യൂബേഴ്സ് ഇന്ന് സെയിലിനുണ്ട് കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ 70, 80, 100, 120 മാക്സിമം അത്രയും സൈസുള്ള ട്യൂബ് എന്നൊക്കെ നമ്മൾ 120 രൂപയ്ക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റേറ്റിനൊക്കെയാണ് ട്യൂബേഴ്സ് ഉള്ളത്. ഈ ഒരു ട്യൂബർ നല്ല നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറി വരുന്ന ടൈപ്പ് ട്യൂബേഴ്സാണ്. ഇത് 70 രൂപയേ ഉള്ളൂ. ഇതൊക്കെ 70, ഇതൊക്കെ ആണെങ്കിൽ 80. ഇത്രയും വലിയ ട്യൂബറാണ് 120 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത്രയും വലുത് 120. ഇതൊക്കെ ആണെങ്കിൽ 80, 100,